കോറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലിലെ അനിശ്ചിതത്വം നീളുന്നതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി ജീവനക്കാർ. വിഷയത്തിൽ സർക്കാർ വ്യക്തത വരുത്തണം. കമ്പനി പ്രതിനിധികളുമായി സർക്കാരിന് ബന്ധപ്പെടാനായിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കോർപ്പറേഷൻ ടാക്സ് പിരിച്ചത് രേഖകളില്ലാതെയാണോ എന്നും ജീവനക്കാർ ചോദിക്കുന്നു. സരീഷ് പി കെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ജീവനക്കാർ പറയുന്നത്? സർക്കാരിന്റെ ഇടപെടൽ പോരാ എന്നാണോ? നിലവിലെ സാഹചര്യത്തിൽ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തത ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ജീവനക്കാർ പറയുന്നത്. അതിന് പ്രധാനമായി കാരണം എന്ന് പറയുന്നത്, ഈ പ്രശ്നം ആരംഭിച്ച ദിവസങ്ങൾ കഴിഞ്ഞു. ഇതിന് മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിന് മുന്നിലെത്തിയിട്ടും ദിവസങ്ങൾ പിന്നിടുകയാണ്. പക്ഷേ ഇതുവരെ ഏതെങ്കിലും രീതിയിൽ കമ്പനി അധികൃതരുമായി നേരിട്ട് ഈ സർക്കാരിനോ സർക്കാർ ജീവനക്കാർക്കോ ബന്ധപ്പെടാനാകുന്നില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ ഈ കമ്പനിയുടെ അധികൃതരുമായി നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ എന്താണ് ഇതിൽ കമ്പനിയുടെ നിലപാട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. അതിന് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 10-ാം തീയതി ഒരു തീയതി പറയുന്നു. പക്ഷേ അപ്പോഴും കമ്പനിയുമായി അല്ലെങ്കിൽ കമ്പനി ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് വ്യക്തതയാണ് ഇക്കാര്യത്തിൽ ഉള്ളത് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതിൽ പ്രധാനമായും അവർ പറയുന്നത്, ഇതുവരെ ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശിയാണ്. ജീവനക്കാരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. MLA-യും ലേബർ കമ്മീഷണറും പറഞ്ഞത്, ഞങ്ങൾക്ക് 10-ാം തീയതിയിലേക്ക് അവരുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നാണ് ലേബർ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു ചാർട്ട് പ്രോസസ്സിംഗ് എന്നാണ് ഞങ്ങൾ പറയുക. ആ ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവർക്ക് അവിടെ പ്രവേശിക്കാനും അവർക്ക് ഇരിക്കാനും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നുള്ളൊരു വാക്ക് ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. അത്രയും പബ്ലിക്കായിട്ട് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരിക്കലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി അത് പറയുമെന്നോ ഒരു ലേബർ കമ്മീഷണർ അത് പറയുമെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് 900-ഓളം വരുന്ന ജീവനക്കാർ കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് ഇന്ന് വന്നു. സരീഷ്, തുടരുക. അപ്പോൾ അവർ സർക്കാരിൻ്റെ വാക്ക് അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ സർക്കാരിന് ഇതുവരെ ഈ കമ്പനി പ്രതിനിധികളുമായിട്ട് ബന്ധപ്പെടാനായിട്ടില്ല എന്ന് പറയുന്നു. നേരത്തെ അല്പസമയം മുൻപ് തൊഴിൽ മന്ത്രി പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ ഈ കമ്പനി അധികൃതരാണ് അത് നീട്ടിവെക്കുന്നത് എന്നുള്ളതാണ്. ഇതിലെന്താണ് ജീവനക്കാർ ഇപ്പോൾ പറയുന്നത്? അതേ പ്രശ്നമാണ് ഇവരും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, നിലവിലെ സാഹചര്യത്തിൽ കമ്പനിയുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫുമായോ അല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും ഔദ്യോഗിക ആളുകളുമായോ ഈ സർക്കാരിന് സംസാരിക്കാനായിട്ടില്ല. നിലവിൽ സംസാരിച്ചിട്ടുള്ളത് ഒരു നിയമോപദേശവുമായി ബന്ധപ്പെട്ട ഒരാളുമായി, അഡ്വക്കേറ്റുമായി മാത്രമാണ്. അവർ പറയുന്ന കാര്യം മാത്രമാണ് സർക്കാരിന് നിലവിൽ അറിയുക. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അത് കമ്പനിയുടെ അധികൃതരുമായി നേരിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഇത്ര കാലമായി ഒരു തവണ പോലും കമ്പനിക്കോ അല്ലെങ്കിൽ മന്ത്രിക്കോ ഇതിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശിയാണ്. പോലീസോ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പോ വിചാരിച്ചാൽ എന്തുകൊണ്ട് അവരുടെ മേൽവിലാസമോ കോൺടാക്ട് നമ്പറോ ലഭിക്കില്ലേ എന്നൊരു ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളിൽ നിന്നും ടാക്സ് പിരിക്കുന്നുണ്ടായിരുന്നു. സർവീസ് ടാക്സ് ഇവരുടെ ശമ്പളത്തിൽ നിന്നും ചുരുക്കി അവർ പിടിക്കുന്നുണ്ട്. അത് കൃത്യമായി കോർപ്പറേഷനിൽ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായി അതിൻ്റെ ഒരു രേഖ കോർപ്പറേഷൻ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ആ രേഖ ഉപയോഗിച്ച് കമ്പനി അധികൃതരെ ബന്ധപ്പെടാൻ സാധിക്കും. പക്ഷേ അതിലൊന്നും തന്നെ ഇതുവരെ ഒരു മൂവ്മെന്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നിലവിൽ 10-ാം തീയതി വരെ ഒരു സമയം പറയുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അധികൃതരോ ഈ കമ്പനിയുടെ അധികൃതരോ 10-ാം തീയതി ഹാജരായില്ലെങ്കിൽ അത് വീണ്ടും നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഈ കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ജീവനക്കാർ ലീഡ് ചെയ്യുന്ന ആളുകൾ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതിനനുസരിച്ച് ആ കാര്യങ്ങൾ സർക്കാരിനെയും അതോടൊപ്പം തന്നെ MLA-യും തൊഴിൽ വകുപ്പിനെയും അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജീവനക്കാർ പറയുന്നത്. ശരി സരീഷ്, എന്തായാലും ഗൗരവകരമായിട്ടുള്ള വിഷയമാണ്. അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. സർക്കാരിന് പോലും ഈ കമ്പനിയുടെ ബന്ധപ്പെട്ട അധികൃതരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തൊഴിൽ മന്ത്രിയും പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ ഒരു ഇത് കാണിക്കുന്നില്ല. അവരാണ് വെള്ളിയാഴ്ച എന്നുള്ള ദിവസം പറഞ്ഞത്. ഇനി എന്തായാലും വെള്ളിയാഴ്ച ഈ ചർച്ചയ്ക്ക് അവർ എത്തുമോ? അങ്ങനെയാണെങ്കിൽ ചർച്ചയിൽ എന്താകും തീരുമാനം എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. ഈ ലേബർ കോഡ് അനുസരിച്ചുള്ള കാര്യങ്ങളായതിനാൽ സർക്കാരിന് ഇടപെടുന്നതിനും പരിമിതി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്നും ജീവനക്കാർ എത്തി മടങ്ങിയിരിക്കുകയാണ്. മടങ്ങിപ്പോകാനാണ് അവരോട് പറഞ്ഞത്. ആ വിവരങ്ങളാണ് സരീഷ് നൽകിയത്.